ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വേറൊന്നുമല്ല, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ സോൾ ലെവൽ നമ്മൾ പറയില്ല, നമുക്ക് ഓരോരുത്തരുടെയും സോൾ ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ സോൾ ലെവലിൽ നിന്നിട്ട് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ടീം ഓഫ് സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്. അപ്പം അത് ഇപ്പം നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ അതിൽ അറൈവ് ആയിട്ടില്ലെങ്കിൽ ഗോയിങ് ഫോർവേഡ് അറൈവ് ആവും. ഇന്നിപ്പം ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് നാൾ കൂടെ കഴിഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടെ സ്പിരിച്വലി കണക്റ്റഡ് ആയി വന്നതിന് ശേഷം എപ്പോഴെങ്കിലും ഇത് റാൻഡമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എവിടെയെങ്കിലും അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അന്നും കേൾക്കുക. കാരണം അത് ഈ റീഡിങ്ങിനകത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സോൾ ലെവലിൽ നിങ്ങൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതാണ് സ്പിരിറ്റ് ഗൈഡ്സിനോട് ചോദിക്കാൻ പോകുന്നത്. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം, അന്നതിലും കണക്ട് ചെയ്തതിലും. താങ്ക് യു വെരി മച്ച് ഫോർ കണക്റ്റിംഗ്. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണ്, ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ താങ്ക് യു വെരി മച്ച്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം എല്ലാ ദിവസവും ഞാൻ വിചാരിക്കുന്ന രീതിയിൽ വീഡിയോസും ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റുന്നില്ല. എനിക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ പേഴ്സണൽ റീഡിങ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ടൈമിലാണ് ഈ പറഞ്ഞ പോലെ ഈ റീഡിങ്സൊക്കെ ഇടുന്നത്. ചിലപ്പം ഈ റീഡിങ്സൊക്കെ പേഴ്സണൽ റീഡിങ് കഴിയുമ്പം ചിലപ്പം 1:30 1:45 ഒക്കെ ആവും. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എനർജി ഉണ്ടാവില്ല ഇടാൻ, അതാണ് വരാത്തത്, കണക്റ്റ് ആവാത്തത്. എനിവേ, നമുക്ക് നോക്കാം. പൈൽ 1 ആണിത്. ഓക്കെ, പൈൽ 2 കൺഫ്യൂഷൻ ഉണ്ട്. ഡെക്ക് വൈസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് പൈറൈറ്റ് ആൻഡ് മലക്കൈറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിലേതാണോ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്, നമുക്കിനി നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഹായ് പൈൽ 1. എനിവേ, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ പൈറൈറ്റ് ക്രിസ്റ്റൽ. നമുക്ക് നോക്കാം നിങ്ങളെ സോൾ ലെവൽ എങ്ങനെയാണ്. ഓക്കെ, നിങ്ങളുടെ സോൾ ലെവലിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് എങ്ങനെയാണ് കാണുന്നത്. നിങ്ങളുടെ സോൾ ലെവലിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സോൾ ലെവലിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. നമുക്ക് നോക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, Ace of Cups, the Magician, Two of Cups and the Temperance. നമുക്ക് നോക്കാം ബോട്ടം ഡെക്കിൻ്റെ എനർജിയിൽ എന്താ വരുന്നതെന്ന്. 7 of Swords. ഓൾ റൈറ്റ്, സോ എനിക്കിവിടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കിട്ടുന്ന എനർജി നിങ്ങളുടെ സോൾ ലെവലിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും ഓക്കെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട ഹീലിംഗ് എനർജി കൊടുക്കാനും അവർക്ക് എന്താ പറയുക, നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കെല്ലാവരും ഇമോഷണലി അവൈലബിൾ ആണെന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതുപോലത്തെ എനർജി തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, നിങ്ങളിൽ പല ആൾക്കാരും ഓൾറെഡി ഹീലേഴ്സാണ്, നിങ്ങൾ ഹീലിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇമോഷണലി ഹീൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് മാജിക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മിറക്കിൾസ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മിറക്കുലസ് എനർജി നിങ്ങളിലുണ്ട്. നിങ്ങളിൽ പല ആൾക്കാരും മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ ചെയ്തു തുടങ്ങുക. കാരണം നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെക്കൊണ്ട് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആണ്, പോസിറ്റീവായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. കാര്യം അങ്ങനെ ഒരു എനർജി തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പം അത് ട്രസ്റ്റ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നീക്കുക. കാരണം മജീഷ്യൻ്റെ പ്രത്യേകത അയാൾക്ക് അയാളുടെ ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ സാധനം മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എനർജി കൊടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിറക്കുലസ് എനർജി
കിട്ടും. അത് മാത്രമല്ല എനിക്കിവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി കാണുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു പാർട്ട്ണർ, സാധാരണ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ പാർട്ട്ണറെ തന്നെ കിട്ടും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലൊരു പാർട്ട്ണറെ തന്നെ നിങ്ങൾക്ക് ഡിവൈൻ കൊണ്ടെത്തിച്ചു തരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പറയില്ല ഇങ്ങനെ ഇന്ന ക്രൈറ്റീരിയാസ് ഉള്ള ഒരാളിനെ തന്നെ എനിക്ക് വേണം എന്ന് പറയും. അതുപോലത്തെ ആളിനെ തന്നെ ഡിവൈൻ നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചു തരും എന്നുള്ളതാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത്. കാരണം അത്രത്തോളം നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ്. മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാകാം ഈ പറഞ്ഞ പോലെ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് നമുക്ക് സാധിച്ചു തരും. കാരണം നമ്മൾ അത്രത്തോളം സ്പിരിച്വലി കണക്റ്റഡ് ആയിരുന്നു. എല്ലാ സർവീസും നമ്മൾ പറയില്ലേ, ഈ ചെയ്യുന്നതൊക്കെ സർവീസാണ്, സ്പിരിറ്റിൻ്റെ സർവീസാണ്. അപ്പം ആ സാധനം ചെയ്യുമ്പോൾ സ്പിരിറ്റ് നമ്മൾ ഓരോ സമയത്തും നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ചെയ്യുന്ന ഈ സർവീസാണ്. അപ്പം ഇത് ചെയ്യുന്ന സമയത്തും സ്പിരിറ്റ് പറഞ്ഞ പോലെ എൻ്റെ ഫാമിലി ആയിരുന്നാലും ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർ ഓരോരുത്തരെയും അവരും അറിയില്ല, ഞാനും അറിയില്ല, അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും 100% പൈൽ വൺസ് നിങ്ങൾ 100% പ്രൊട്ടക്റ്റഡ് ആണ്. പ്രൊട്ടക്ഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. പിന്നെ നിങ്ങൾ ഈ ലൈഫ് ടൈമിൽ, അതായത് ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ പറയുക ചില ആൾക്കാർ ഒരുപാട് ലൈഫ് എടുത്ത് ഒരുപാട് ഓൾഡ് സോളാണ്. ചില ആൾക്കാർ ഓഫ് കോഴ്സ് ഓൾഡ് സോൾ എനർജി ആയിരിക്കാം. പക്ഷേ എനിക്കിവിടെ കൂടുതലും യങ് എനർജി, അതായത് എർത്ത് എന്ന് പറയുന്നത് ഒരു സ്കൂൾ പോലെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും മുന്നോട്ട് പോകാനും ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ലേണിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ ഉറപ്പായിട്ടും കടന്നു പോകും. ഈ ഒരു ലൈഫ് ടൈമിൽ ഒരുപാട് ലേണിങ്സ് ഉണ്ടാകും, ഒരുപാട് തിരിച്ചറിയൽ, പല ആൾക്കാരെയും നമ്മൾ തിരിച്ചറിയും, പലരെയും നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് പണി കിട്ടിയതിൻ്റെ പേരിൽ നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനത്തെ തിരിച്ചറിവുകൾ വളരെ അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? കാരണം നമ്മൾ എല്ലാവരും ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നത്. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതിന് തന്നെ കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. പക്ഷേ ഒരു കാര്യം ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ആരെങ്കിലും കുറച്ച് കാലം നിന്നിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നിട്ട് അധികകാലം നിൽക്കുന്നില്ല, അതിന് മുന്നേ തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട. കാരണം ചില ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ടൈം മാത്രമേ കാണുള്ളൂ നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ. അത് കഴിയുമ്പം അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയേ പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പം പല ആൾക്കാർ ഈശ്വര അവർ വന്നിട്ട് എങ്ങനെ പോയി എങ്ങോട്ട് പോയി ഒരു പിടിയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പർപ്പസ് നമ്മുടെ ലൈഫിൽ കഴിഞ്ഞിട്ട് പോയതാണ്. അതെല്ലാം സോൾ പ്ലാനിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ സ്പിരിറ്റ് ഗൈഡ്സ് ആരാണ് എന്താണെന്നൊന്നും ഉള്ള രീതിയിൽ അത്രത്തോളം ഡെപ്തിൽ എത്തിയിട്ടില്ല. അവർക്കുള്ള ഗൈഡൻസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവം ആരാണോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുക, ലൈക്ക് ഇങ്ങനെ എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്ന് പറയുക. അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ ഉറപ്പായിട്ടും വരും. കാരണം അത്രത്തോളം നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള പീപ്പിളാണ്. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ റിസൾട്ട്. നമ്മൾ എത്രത്തോളം ഇക്കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുമോ അത്രയും തന്നെ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരും റിസൾട്ട്. അത്രയും നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആസ് ഓഫ് നോ ഇപ്പം ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പലർക്കും അങ്ങനെയല്ല അഭിപ്രായമെങ്കിൽ മേ ബി ഇത് ടൈം ആയി കാണില്ല, നിങ്ങൾ ഈ റീഡിങ് കേൾക്കാനുള്ള ഡിവൈൻ ടൈം ആയി കാണില്ല. അല്ലെങ്കിൽ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവില്ല. ലൈക്ക് നിങ്ങൾ എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ എവിടെ കൂടെയൊക്കെ, ഞാൻ പറയില്ലേ, നമുക്ക് എവിടെ കൂടെയൊക്കെയാണ് പ്രൊട്ടക്ഷൻ വന്നത് നമുക്ക് പോലും മനസ്സിലാവില്ല. അത്രത്തോളം ഡിവൈൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കാറുണ്ട്. കാർഡ്സ് വരാൻ മടിക്കുന്നുണ്ടല്ലോ, ഉറപ്പായിട്ടും. കാരണം പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹെറഫൻ കാർഡും കൂടെ നിങ്ങളെ കാണിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ബാക്കിലത്തെ കാർഡ് കാണിക്കാത്തത്. ഉറപ്പായിട്ടും നിങ്ങൾ പോലും അറിയാൻ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഇൻസ്പിറേഷൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾ ചിന്തിക്കും ലൈക്ക് ഇത് എവിടെ നിന്ന് വരുന്നത്, എനിക്ക് ഇത്രയും ഇൻസ്പിറേഷൻ, ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളും അതുപോലെ ഐഡിയാസൊക്കെ എവിടെ നിന്ന് വരുന്നത്, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഉറപ്പായിട്ടും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ടീം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റായി വരാറുണ്ട്. ഓക്കെ, ആസ് ഓഫ് നോ പറയും ഇല്ല മാം എല്ലാം പ്രശ്നങ്ങളായിരിക്കും, പക്ഷേ ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ എനർജിയെക്കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, ചില ആൾക്കാർ നിങ്ങൾ പാഷനേറ്റ്
ചില ആൾക്കാർക്ക് ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാഷനുള്ള കാര്യം എന്താണോ അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളത് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ സക്സസ്സും അതുപോലെ പുതിയ പുതിയ ഗേറ്റ്സ് നമ്മൾ പറയില്ലേ, പുതിയ പുതിയ വാതിൽ നമുക്ക് ഓപ്പൺ ആവുന്നത്. അതിലൂടെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ പോലും അറിയാതെ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം വരിക, നമ്മൾ പോലും അറിയാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻസ് വരിക, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല പൊസിഷൻസ് നമുക്ക് വന്നു ചേരുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യുക. അത് മടി കാണിക്കല്ലേ. നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങളുടെ പാഷനേറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടി കാണിക്കരുത്. കാരണം അതിലൂടെയാണ് നിങ്ങളുടെ സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ മിറക്കിൾസ് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അടിപൊളി. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ സ്പിരിറ്റ് പറയുന്നത് വെച്ചാൽ ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ വിചാരിച്ചു വെച്ചിരിക്കുന്ന മെയിൻ എനർജി, നിങ്ങളെക്കുറിച്ച് പറയുന്ന മെയിൻ എനർജി നിങ്ങൾ മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് 100% ഉണ്ട്. നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. ചില ആൾക്കാർ ഉറപ്പായിട്ടും എർത്ത് ഏഞ്ചൽ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സ്പിരിച്വലി ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങളിൽ മെജോറിറ്റി ആൾക്കാരും പൈൽ വൺസ്. ഓക്കെ, മെജോറിറ്റി നിങ്ങൾ ഒരുപാട്, അത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് പേരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അക്സെപ്റ്റൻസ്. ഒരു മിനിറ്റ്, ഞാൻ ആക്ച്വലി റെഡി ആയിട്ടുണ്ട് എൻ്റെ സ്പിരിറ്റെ. നമുക്ക് നോക്കാം ഈ കാർഡ് തന്നെ തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് ഇവർക്ക് വേണ്ടുന്ന ഡിവൈൻ ഗൈഡൻസ് അല്ലെങ്കിൽ പൈലിന് മണ്ണിന് വേണ്ടിയിട്ട് സ്പിരിറ്റ് ഗൈഡ്സ് പറയാനായിട്ട് എന്തെങ്കിലും പർട്ടിക്കുലർലി ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ലൈഫിൽ? ഇപ്പം ഇവർക്ക് ഇങ്ങനത്തെ ഒന്നും അല്ല സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ചേഞ്ചസ് അവരുടെ ലൈഫിൽ വരാനായിട്ട് അവരെന്താ ചെയ്യേണ്ടത്, അവരെ നിന്ന് സ്പിരിറ്റ് ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണെന്നൊന്ന് പറയൂ. ഫസ്റ്റ് ഇസ് ലോസ്. Sometimes you learn a true offering through loss. You make a passionate invitation for love to take over and bring her own പ്ലാൻ ഇൻസ്റ്റെഡ് ഓഫ് ദ ഈഗോസ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സാധനം നമ്മുടെ ഈഗോ ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ കേസിലും അങ്ങനെ ഒരു ഈഗോ എനർജി ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ലോസിൻ്റെ കാര്യം വരില്ല. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ഈഗോയെ ഓവർകം ചെയ്യുന്നത് അതിലൂടെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾ ഇത്രയും ബ്ലെസ്ഡ് ആണ്, നിങ്ങൾ ഡിവൈൻലി ഗൈഡഡ് ആണ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഡിവൈൻ പ്ലാൻ ആണെന്നുള്ളതൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഈ എനർജിയിലേക്ക് നിങ്ങൾ വരുന്നതിന് ശേഷം മാത്രമായിരിക്കും. ആ ഒരു ഈഗോ എനർജി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ എന്ത് കാര്യം ചെയ്യാൻ പോയാലും ആദ്യം നമ്മുടെ ഈഗോ പറയും ചെയ്യാൻ പോകല്ലേ, നീ ചെയ്യാൻ പോയി അതെല്ലാം പ്രശ്നമാണ്, വിചാരിക്കാൻ കണക്കല്ല, അങ്ങനെയൊന്നും അല്ല അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ നമ്മളെ ഒരുപാട് തടയും. പക്ഷേ ഇവിടെ നിങ്ങൾ ആ ഒരു ഈഗോ എനർജിയെ ഓവർകം ചെയ്യുന്നു. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ എനർജി നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഫസ്റ്റ് നിങ്ങളുടെ ഗൈഡൻസ്. എക്സ്ട്രാ ഓർഡിനറി ആണ്, ട്രസ്റ്റ് ചെയ്യുക. പൈൽ വൺസ് നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണ്. ദർ ഇസ് എ വൈൽഡ് ആൻഡ് ഇംപെക്ച്വസ് യുണീക്നെസ് ടു യു ദാറ്റ് ഡിസേർവ് ടു ബി ഓണേഡ്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് യുണീക്കാണ്. നമ്മൾ പറയില്ലേ നമ്മുടെ ഓരോരുത്തരുടെയും യുണീക്നെസ് നമ്മൾ പറയും നമ്മുടെ ലൈഫിൽ ഓരോന്നിനും ഓരോ ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും വരിക. നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണ്. നിങ്ങൾ ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കാനും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ 100% എനർജി ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളിൽ പല ആൾക്കാരും എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുമ്പം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എനർജി കൊടുക്കുന്നതിന് മുന്നേ മേക്ക് ഷുവർ നിങ്ങളുടെ കപ്പ് ഫില്ലാണ്, നിങ്ങൾ ഇമോഷണലി ഹാപ്പി ആണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇറ്റ്സ് ഈസി ഫോർ മീ ടു റിസീവ്. നിങ്ങൾ പൈൽ വൺസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഫർമേഷനാണ്. ഇറ്റ്സ് ഈസി ഫോർ മീ ടു റിസീവ്. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പലർക്കും ഉള്ള പ്രശ്നമാണ്, നമുക്ക് റിസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു അഫർമേഷൻ ഉറപ്പായിട്ട് ചെയ്യുക. ഇറ്റ്സ് ഈസി ഫോർ മീ ടു റിസീവ്. നിങ്ങൾക്ക് എളുപ്പമാണ് നമുക്ക് റിസീവ് മോഡിലോട്ട് വരിക. നിങ്ങൾ മിക്കവാറുള്ള ആൾക്കാർ, ഈ കാണുന്ന ആൾക്കാരെല്ലാം മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ഗിവിങ് മാത്രമായിരിക്കും. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസീവിങ് നേച്ചറും കൂടെ കൊണ്ടുവരിക. Okay, help me know that all my deepest needs will be met. Let me trust that you have a plan and the right actions will come. You are my source for all.
ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവില്ല, പലതും സ്റ്റക്കായിരിക്കും. ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നത് മാത്രമല്ല, ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നില്ല, ആഗ്രഹിച്ച കാര്യം നടക്കുന്നില്ല, നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാനും പറ്റാത്ത രീതിയിൽ അത്രയും നെഗറ്റീവാണ്. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഡിവൈൻ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഡിവൈൻ പ്ലാൻ അനുസരിച്ച് തന്നെ റൈറ്റ് ടൈമിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുക. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അവർക്ക് ആ ഒരു എന്താ പറയുക, അവരുമായിട്ട് ഓപ്പൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇരിക്കുക, ലൈക്ക് അവരുടെ എനർജി ആയിട്ട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കുക. വെൻ ദ ഈഗോ ഫൈനലി സീസ് അട്ടർ മാഡ്നെസ് ഓഫ് ട്രൈങ് ടു കൺട്രോൾ എവറിത്തിങ്, യു കം ടു എ സീക്രട്ട് ക്രോസ് റോഡ് ഇൻ യുവർ ഓൺ എവല്യൂഷൻ. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈഗോ എന്ത് ചെയ്യുമ്പോഴത്തേനും, കാരണം ഈഗോ നമുക്ക് എല്ലാവർക്കും ഉള്ള സാധനമാണ്, ഇവിടെ നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഈഗോയുടെ എനർജി. അപ്പം അതിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഇവിടെ മെയിൻലി കാണുന്ന എനർജി. അപ്പം ഉറപ്പായിട്ടും ഈഗോയെ ഓവർകം ചെയ്യുക, മെഡിറ്റേഷൻസും ബാക്കി കാര്യങ്ങൾ അഫർമേഷൻസൊക്കെ ചെയ്യുക. അതിലൂടെ തന്നെ നിങ്ങളുടെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരും. കാരണം നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ സോൾസ് ആണ്, ഉറപ്പാണ്. കാരണം അത്രയും ഗൈഡഡ് ആണ്, ഈ പറഞ്ഞ പോലെ ബ്ലെസ്ഡ് ആണ്. അങ്ങനത്തെ എനർജീസാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. എനിവേ, എനിക്ക് തോന്നുന്നു അറ്റ് ദ സോൾ ലെവൽ നിങ്ങൾക്ക് കണക്റ്റ് ആയി എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 2, വെൽക്കം ടു യുവർ റീഡിങ്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് മലക്കേറ്റ് ആണ്. നമുക്ക് നോക്കാം അറ്റ് ദ സോൾ ലെവൽ നിങ്ങൾ ആരാണെന്നുള്ളത്. സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത് പൈൽ 2 സോൾ ലെവൽ ആരാണെന്നുള്ളതാണ്. ഞാൻ റെഡി അല്ല സ്പിരിറ്റ്, താങ്ക് യു. അറ്റ് ദ സോൾ ലെവൽ പൈൽ 2 ആരാണ് സ്പിരിറ്റ്? അറ്റ് ദി സോൾ ലെവൽ പൈൽ 2 ആരാണ്? വൺ മോർ ടൈം. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. സോൾ ലെവലിൽ പൈൽ 2 ആരൊക്കെയാണ്? കിങ് ഓഫ് വാൻഡ്സ്, ജഡ്ജ്മെന്റ്, നൈൻ ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, നൈൻ ഓഫ് പെന്റക്കിൾസ്. Bottom of the deck is a page of wands. Great, superb. Pile 2, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളുടെ സോളിനെ കാണുന്നത് ലീഡേഴ്സായിട്ടാണ്. ലീഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എന്തിനേയും ഫൈറ്റ് ചെയ്ത് ജയിക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എനിക്കിവിടെ നിങ്ങളുടെ എനർജി, നിങ്ങൾ അത്രയും വലിയ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള എനർജി ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലൂടെ പണ്ട് പോലെ നമ്മൾ പറയില്ലേ, ചെറുപ്പം പോലെ നമ്മൾ എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെറിയ ഏജിൽ പോലും ഭയങ്കര എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും, ചെറിയ ഏജിൽ പോലും. ഓക്കെ, അത്രത്തോളം ലൈഫുമായിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഡിവൈൻ്റെ ഹെൽപ്പ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ലൈക്ക് ഈശ്വരൻ എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ പോലും വിചാരിക്കാത്ത സിറ്റുവേഷൻസിൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ എനിക്ക് പലയിടത്തുനിന്നും ഹെൽപ്പ് കിട്ടാറുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രേറ്റ് ലേണേഴ്സാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരിക. ഇന്നോവേഷൻ നിങ്ങളുടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. അത് മാത്രമല്ല, നമ്മൾ പറയില്ലേ, 1 രൂപയെ 100 രൂപ ആക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അതിലിപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും അല്ല മാം എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ മേ ബി നിങ്ങൾ അതിലേക്ക് എത്തുന്ന ടൈം ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ദ വേ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ദ വേ ആണ് ആ ഒരു എനർജിയിലേക്ക് എത്താൻ. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ദൈവം ഒരു സോഴ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ 9 സോഴ്സ് കണ്ടുപിടിക്കും, ഏതൊക്കെ രീതിയിൽ നമുക്ക് പൈസ കൊണ്ടുവരാം, അല്ലെങ്കിൽ പൈസയിലോട്ട് കണക്റ്റഡ് ആവാം. കാരണം ഫൈനാൻസ് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് അല്ലേന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പൈസയ്ക്ക് പൈസ തന്നെ വേണം, പക്ഷേ പൈസ മാത്രം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകരുത്. കാരണം നിങ്ങളുടെ പ്രത്യേകത, നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല, പൈസ എന്നുള്ളൊരു ഒറ്റ കോൺസെപ്റ്റിലേക്ക് പോകുന്ന ആൾക്കാരല്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ പറയില്ലേ, 1 കിട്ടിയ 100 ആക്കും, 100 കിട്ടിയ 1000 ആക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ ആൾക്കാർ. 10 കിട്ടിയ 100, 100 കിട്ടിയ 1000 എന്നുള്ള പറയുന്ന കണക്ക് അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ ഫൈനാൻസ് പരമായിട്ട്. പിന്നെ നിങ്ങൾ പറയില്ലേ, ഒരുപാട് പേരെ നിങ്ങളുടെ ലീഡർഷിപ്പ് എബിലിറ്റി കൊണ്ട് നയിക്കും. ഓക്കെ, നിങ്ങളൊക്കെ ഓരോ എന്താ പറയുക, ലീഡേഴ്സിൻ്റെ എനർജിയാണ് മെയിൻലി എനിക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു ലീഡർ എനർജിയിലേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും വരും. മാത്രമല്ല, നമ്മൾ പറയില്ലേ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പം നമുക്ക് തന്നെ ലൈക്ക് ഡൗട്ട് വരും, ലൈക്ക് ഇത്രത്തോളം എന്താ പറയുക,
എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് വരും, അല്ലെങ്കിൽ എത്രത്തോളം ഞാൻ വെയിറ്റ് ചെയ്യണം എൻ്റെ ലൈഫിൽ. കാരണം എനിക്ക് എൻ്റെ ലൈഫിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത്, അങ്ങനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരും ട്രസ്റ്റ് ചെയ്യാനില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങളുടെ കൂടെ എപ്പോഴും ഡിവൈൻ ഉണ്ട് എന്നുള്ളതിൻ്റെ 100% കൺഫർമേഷനാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡിവൈൻ ജഡ്ജ്മെൻ്റ് ആണ്, ഡിവൈൻ്റെ തീരുമാനമാണ്. ആ ഒരു തീരുമാനം നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ലൈഫിൽ ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാനായിരുന്നാലും, അതുപോലെ തന്നെ എന്താ പറയുക, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്ത് പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിരുന്നാലും, നിങ്ങൾക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാകുന്നത് ഇന്നൊവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണ്. അപ്പം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഇന്നോവേഷനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കൊണ്ടുവരാനും ഒക്കെ ഉണ്ട്. നിങ്ങൾ പല ആൾക്കാരും ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് പേഴ്സണായിട്ട് മാറും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ സക്സസ് ഒന്നും അല്ല, ഫൈനാൻസ് പരമായിട്ട് നിങ്ങൾക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാനില്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക. ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത്രയും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അത്രത്തോളം നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആണ്. ഓക്കെ, നോക്കാം നമുക്ക് ഫർദർ എന്താണ് കിട്ടുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്താറുണ്ട്. ചില സമയത്ത് ഡിലേ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം നിങ്ങളുടെ ലൈഫിൽ എത്താറുണ്ട്. നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെൻറ്റ് പോലെ ഫീൽ ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ടഫ് ഫേസ്, 9 ഓഫ് ഫോൺസ് കൊണ്ട് 10 ഓഫ് ഫോൺസ് ഉണ്ട്, ഒരുപാട് ടഫ് സിറ്റുവേഷനിലൂടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയാൻ പോലും അത്ര ഈസി അല്ലാത്ത ടഫ് സിറ്റുവേഷനിലൂടെ, ടഫ് പീരീഡിലൂടെ നിങ്ങൾ ഉറപ്പായിട്ടും കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻസ്, അതായത് പേജിൽ നിന്ന് തുടങ്ങി കിങ്ങിലേക്ക് എത്തുന്ന ഒരു എനർജി എനിക്ക് മെയിൻലി കിട്ടുന്നത്. പല ആൾക്കാരുമായിട്ട് കൂടിച്ചേർന്ന് പലതും ചെയ്ത് കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾ വല്ലാണ്ട് നെഗറ്റീവായി പോവും. ആ നെഗറ്റീവായി പോകുന്നതിനകത്തുനിന്ന് തന്നെ നിങ്ങളെ പോസിറ്റീവ് ആക്കുന്ന നിങ്ങളുടെ തന്നെ ഓൺ എനർജിയാണ്. കാരണം ഇവിടെ ക്യൂൻ ഓഫ് വോൺസും അതുപോലെ തന്നെ കിങ് ഓഫ് വോൺസിൻ്റെ എനർജി ഉണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഈ പറഞ്ഞ പോലെ കിങ് ഓഫ് സോർട്സും ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എന്താ പറയുക, നാവ് വളരെ ഷാർപ്പാണ്. നിങ്ങൾ പറയേണ്ട കാര്യം വളരെ പോസിറ്റീവായിട്ട് പറയുകയും ചെയ്യും. ചില സമയത്ത് ഈ പറഞ്ഞ പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ തിരിഞ്ഞ് നമ്മളെ തന്നെ വേദനിപ്പിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് മെയിനായിട്ട് തരാവുന്ന വേറൊരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾ യുവർ ടങ്. ഓക്കെ, ചില സമയത്ത് നമ്മൾ പറയുന്നത് വല്ലാണ്ട് ഓവറായി പോകുന്നു എന്ന് നമുക്ക് തന്നെ തോന്നിയാൽ അവിടെ വെച്ച് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ വരുന്ന മെയിനായിട്ടുള്ള എനർജീസ് എന്ന് പറയുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് മണിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്ന്, പ്രതീക്ഷിക്കാത്ത സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൈസ വന്ന് ചേരുകയും നിങ്ങൾ പോലും ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ പല കാര്യങ്ങളും ഈശ്വര ഈ കാര്യം നടക്കൂ ഇല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും അതിലൂടെ നിങ്ങൾ എപ്പോഴും ഒരു എന്താ പറയുക, ഇവിടെ മിറക്കിളിൻ്റെ കാഴ്ചയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു മിറക്കിൾലെസ് എനർജിയിലേക്ക് പോകും. അത് മാത്രമല്ല നിങ്ങളുടെ ഒരു ചെറിയ ഇൻസ്പിറേഷനായിട്ടുള്ളൊരു കാര്യം വന്നിട്ട് നിങ്ങൾ അതിനകത്ത് നിന്ന് നിങ്ങളൊരു വലിയൊരു എന്താ പറയുക എംപയർ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതായത് അത്രയും വലിയ രീതിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം ട്രസ്റ്റ് ചെയ്യുക. ലൈക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ നിങ്ങളുടെ അടുത്തുള്ള ഗൈഡൻസ്. നമുക്ക് പലപ്പോഴും ഡൗട്ട് വരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കൂ ഇല്ലേ എന്നുള്ളത്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പലതും നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും എനർജി കൊടുക്കാനും അത് ക്ലെയിം ചെയ്യാനും ഒക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പം അതെന്താണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചേഞ്ചസും അതിലൂടെ നിങ്ങൾ ഒരുപാട് മിറക്കിൾസ്, നമ്മൾ പറയില്ലേ മിറക്കിൾസ് നമ്മളെല്ലാവരും ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾ, പല ഇൻസിഡൻസ് നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് ഈശ്വര അതൊക്കെ ഭയങ്കര മിറക്കുലസ് ആയിട്ട് ഭഗവാൻ ഹാൻഡിൽ ചെയ്തല്ലോ എന്ന്. കാരണം ഇതൊക്കെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്കതിനകത്ത് കിട്ടുന്നത്. മാത്രമല്ല നിങ്ങളുടെ സ്ട്രഗിൾ ചെയ്ത ഓരോരുത്തരെയും സ്ട്രഗിൾസിൻ്റെ കാർഡുണ്ട്. കാരണം 10 ഓഫ് വോൺസും 10 ഓഫ് സോർട്സും 9 ഓഫ് വോൺസും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അതും നിങ്ങളുടെ പ്ലാൻ, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സുമായിട്ട് ചേർന്ന് നിങ്ങൾ കൺഫേം ചെയ്ത നിങ്ങളുടെ ഡിവൈൻ പ്ലാനാണ്. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നത്.
അപ്പം ട്രസ്റ്റ് ചെയ്യാൻ നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും പലതിനും നമുക്ക് ആൻസർ പോലും മനസ്സിലാവില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവില്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ആ രീതിയിലേക്ക് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നു അല്ലെങ്കിൽ അണിനിരക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ കാർഡ്സിൻ്റെ കോമ്പിനേഷനിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത്. അപ്പം പലതും, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ലീഡറുണ്ട്, ഇതുവരെ അത് ഉണർന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിനോട് പ്രാർത്ഥിക്കുക. ലൈക്ക് എൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് എനിക്ക് അറിയില്ല എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്, അതിന് വേണ്ടുന്ന ഗൈഡൻസ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും തരും. അതാണ് സ്പിരിറ്റ് ഗൈഡ്സ്, നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമുക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടെത്തിച്ചു തരാനും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ. കാരണം അത്രയും പോസിറ്റീവ് എനർജി, കാരണം അത്രയും ലീഡർഷിപ്പ് റോള് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ഒക്കെ എപ്പോഴും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഫർദർ എന്ത് ഗൈഡൻസ് ആണ്, കാരണം ഇതിൽ പല എനർജീസും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഓടായിട്ട് തോന്നും. കാരണം ഇതൊന്നും നിങ്ങളുടെ പലരുടെയും ലൈഫിൽ കാണില്ല. ലൈക്ക് ഫൈനാൻസ് 1 കിട്ടിയാൽ 100 ആക്കുക, 100 കിട്ടിയാൽ 1000 ആക്കുക എന്നുള്ള രീതിയിലൊന്നും ഫൈനാൻസ് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ റോളിലോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾ. അപ്പം ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. യു ഹാവ് ബീൻ വർത്തി ടു ബിലോങ് to love all along without any need to improve. In fact, you are love itself. നമ്മളത് ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡിവൈൻ സോഴ്സിൻ്റെ കാര്യം ഇതേ കാർഡ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പൈൽ 1 വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വെർത്ത് മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യിലേക്ക് നമ്മൾ വെറുതെ അല്ല, അത് പലതും കാണാനും സ്വീകരിക്കാനും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനും അൺവേർതി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ വേർതിയാണ്, നമ്മൾ ഇനഫാണ് എന്നുള്ളത് തന്നെയാണ് സ്പിരിറ്റ് പറയുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ സ്നേഹം എന്നും വിചാരിച്ചുള്ളൂ, പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളായി തീരുക. അപ്പം നമ്മൾ തന്നെയാണ് സ്നേഹം, നമ്മൾ തന്നെയാണ് ഇതിനെല്ലാത്തിൻ്റെയും ഒരു മൂല കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതൊരു വലിയ അവേക്കനിങ് ആണ്. ഉറപ്പായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വെർത്ത് തിരിച്ചറിയുന്നു. സെൽഫ് ലവ്, ലെറ്റ് ദ waterfall that separates me from my own vulnerable inner child. I long to take care of myself like never before. നിങ്ങളിൽ പല ആൾക്കാരും സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് ഒക്കെ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ റിയാലിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു എനർജിയിലേക്ക്, അതായത് ഈ എന്താ പറയുക, സ്ട്രഗിളിൻ്റെ എനർജിയിൽ നിന്ന് മാറി പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും സെൽഫ് ലവ്, സെൽഫ് കെയർ എന്ന് പറയുന്ന സംഭവം. അവേക്കനിങ്, സൂപ്പർ. Oh my Lord, wake me from life as a spiritual sheep. May I hear you through my own instincts. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്, അപ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫൈനലി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുക. എന്നുവെച്ചാൽ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക്, നിങ്ങളുടെ സോളിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ എത്തുക. എനർജറ്റിക് ക്ലിയറിങ് ഡ്യൂറിങ് ക്രൈസിസ്. ദ Holy One herself may be emptying you of fear and attachments, preparing you to receive her luminous plan. കാരണം ഡിവൈൻ പ്ലാൻ്റെ എനർജി പൈൽ 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന പൈൽ 1 പൈൽ 2 ആയിട്ട്, എനിക്ക് ഡെഫിനറ്റ്ലി ഇതിനകത്തും നിങ്ങൾക്ക് വരുന്ന എനർജീസ് ഉണ്ട്. എനിക്കെന്തോ ഒരു കാർഡും കൂടെ നിങ്ങൾക്ക് വേണ്ടി എടുക്കാമെന്ന് തോന്നുന്നുണ്ട്. ഇൻഡിവിജ്വാലിറ്റി, എവറി പേഴ്സൺ ഹാസ് ദെയർ ഓൺ പേഴ്സണലൈസ് സ്റ്റഡി പ്ലാൻ ഇൻ ദിസ് സ്കൂൾ. നിങ്ങൾ ആദ്യം അത് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് പേരും ഈ പൈൽ 2 എടുത്ത ആൾക്കാരൊക്കെ കമ്പാരിസൻ്റെ ആൾക്കാരായിരിക്കണം. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ പലരുടെ ലൈഫിൽ പലതും നടക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നൊരു സാധനമാണ് കമ്പാരിസൺ. അതിൽ ഡൗട്ടേ വേണ്ട. ഡിവൈൻ സോഴ്സിൻ്റെ കാർഡിനകത്തും ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് മീ നോ ദാറ്റ് ഓൾ മൈ ഡീപ്പസ്റ്റ് നീഡ്സ് വിൽ ബി മെറ്റ്. ലെറ്റ് മീ ട്രസ്റ്റ് ദാറ്റ് യു ഹാവ് എ പ്ലാൻ ആൻഡ് ദ റൈറ്റ് ആക്ഷൻസ് വിൽ കം. യു ആർ മൈ സോഴ്സ്. നമ്മൾ ആ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ എല്ലാവർക്കും പ്രശ്നം അതാണ്, നമ്മൾ ഇതെല്ലാം ചേഞ്ച് ആവും, നമ്മുടെ ലൈഫിൽ ഇത് വരും എന്നുള്ളത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. കാരണം ഒന്നും നമ്മുടെ റിയാലിറ്റിയിൽ വരാതിരിക്കുമ്പോൾ നമുക്ക് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു എനർജറ്റിക് രീതിയിലേക്ക്, അതായത് നമ്മൾ ആ വീക്കനിങ്ങിലേക്കും, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്, നമ്മൾ ഓരോരുത്തരും ഓരോ ജേർണിയിലാണ് ട്രസ്റ്റ് ചെയ്ത് അതിൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് കണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മളുടെ എന്താ പറയുക ഡിവൈൻ പ്ലാൻ നമുക്ക് വേണ്ടി വർക്കാവുന്നതും. അതുമാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ കാത്തു വെച്ചിരുന്നതും അതുപോലെ നോക്കി വെച്ചിരുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കറക്റ്റ് പ്രോപ്പർ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്
ഈ എനർജിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രസ്റ്റ് ചെയ്യുക, സെൽഫ് ലവ് കൊടുക്കുക. നമ്മൾ പറയില്ലേ ചിലപ്പോഴൊക്കെ നിങ്ങൾ പല ആൾക്കാർ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മേ ബി നിങ്ങളുടെ ഒരുപാട് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ കെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അതിന് മുന്നേ തന്നെ വളരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അത്രയും കെയർ ചെയ്യണം എന്ന് നമ്മളെ തന്നെ കെയർ ചെയ്യണം എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മടിക്കരുത്. അത് നമ്മൾ ചെയ്യുക. കാരണം അതിലൂടെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഓവറോൾ എനർജി അവേക്കൺ ആകുന്നത്. അത് മാത്രമല്ല അവേക്കനിങ്ങിൻ്റെ കാർഡിലൂടെ നമ്മൾ ആ ഒരു എന്താ പറയുക ഡിവൈൻ്റെ ഇൻസ്റ്റിങ്സ് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. അതാണ് മെയിൻ ഒരു സൈൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് അബണ്ടൻസ് അല്ലെങ്കിൽ അബണ്ടൻറ്റ് ലൈഫ് നിങ്ങളുടെ വന്നു ചേരുക. ഓക്കെ, അത് മാത്രമല്ല പലപ്പോഴും ഞാൻ പൈൽ 1 ഞാൻ പറഞ്ഞ മെസ്സേജാണ്, പക്ഷേ ഇവിടെ പൈൽ 2 അത് ആപ്ലിക്കബിൾ എന്ന് തോന്നുന്നു. പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാരും വന്നിട്ട് അധിക സമയം നിൽക്കാതെ പോകുന്നതുമൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അത് ഡിവൈൻ പ്ലാനാണ്. എസ്പെഷ്യലി ദുർഗമ്മ, നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ദുർഗമ്മയുടെ എന്താ പറയുക ഡിവോട്ടീസ് ആണെങ്കിൽ അമ്മ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്തും നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്തു തന്നും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്തും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു അമ്മ തന്നെയാണ്. അപ്പം ആ അമ്മയായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ ഒരു എനർജിയിലേക്ക്, അതായത് എനർജറ്റിക്ക് നമ്മൾ എന്തൊക്കെ ക്ലിയർ ചെയ്യണം അതെല്ലാം ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ട വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്, നമ്മൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് പാത്തിലാണെന്നുള്ളത് ട്രസ്റ്റ് ചെയ്യുക. അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് നോക്കാം വേറെ ഫർദർ എന്തെങ്കിലും വരുന്നുണ്ടോ പൈൽ 2 വേണ്ടിയിട്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒന്നുമില്ല കുഴി ചാടാൻ പോകുന്നു അല്ലെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാനത് കാണുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പ്രൊട്ടക്ഷൻ, ഡിവൈൻ പ്രൊട്ടക്ഷൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ട്രസ്റ്റ് ചെയ്യുക, ഡിവൈൻ പ്രൊട്ടക്ഷനിൽ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും നമ്മൾ ഈ പറഞ്ഞ ഈ സോളിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരും എന്നുള്ളത് ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, എനിവേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന്. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. ടേക്ക് കെയർ. ബൈ.